നമ്മുടെ സ്വന്തം വീട് പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോയുടെ മൂന്നാമത്തെ അവസാനത്തെയും പാർട്ടാണിത്. ആദ്യത്തെ 1-2 പാർട്ടിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും കാണുക. എല്ലാം കൂടി ഒരുമിച്ച് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ 3 പാർട്ടായിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ പാർട്ടിലേക്ക് കടക്കാം. അപ്പോൾ 2 ബെഡ്റൂമും കഴിഞ്ഞു. നമുക്കിനി കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ കേട്ടോ. കിച്ചൺ ഡോർ എങ്ങനെ ചെയ്യണമെന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും. സാധാരണ ഡോർ പോലെയൊക്കെ ആൾക്കാർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഹാഫായിട്ട് ഗ്ലാസ് ഇട്ടു. ഗ്ലാസ് ഇട്ടതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ഗ്ലാസ് മാത്രമല്ല ഒരു ഡിസൈനുള്ള ഗ്ലാസ്സാണ്. ഗ്ലാസ് ഇട്ടതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ബെഡ്റൂമിൽ പോയി കിടന്നു കഴിയുമ്പോൾ കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്തോ എന്നൊക്കെ പല കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ ഡോർ തുറന്ന് നോക്കുമ്പോൾ തന്നെ ഗ്ലാസ്സിൽ കൂടി ലൈറ്റ് ഓഫ് ആണോ അല്ലെന്ന് അവിടെ നിന്ന് തന്നെ അറിയാൻ പറ്റും. ഡൈനിങ് ഹാളിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റവ് നേരെ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറി ചൂടാക്കാൻ വെച്ചിട്ട് കറി സ്റ്റവ് ഓഫ് ചെയ്തോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകാണ്ട് തന്നെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ദൂരെ തീ കത്തുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാവും. കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി വന്ന് നോക്കണമാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ കൺഫ്യൂഷൻ തീരും. ഇപ്പോൾ സ്റ്റൗവിൽ നിന്ന് പാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിനി കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കിച്ചണിൻ്റെ ഡോറ്. അപ്പോൾ ഇവിടെ നമ്മൾ കിച്ചണിൽ നമ്മൾ ഗ്രാനൈറ്റാണ് മുകളിൽ കൊടുത്തേക്കുന്നത്. ബ്ലാക്ക് ഗ്രാനൈറ്റാണ്. അതുപോലെ തന്നെ കിച്ചൺ കബോർഡുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ കബോർഡുകൾ നമുക്ക് പല കളർ പാറ്റേണിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്ലാക്കും ഒരു വൈറ്റും അതായത് അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് എടുത്തത്. അതേസമയം തന്നെ നല്ല ഭംഗിയുള്ളത് വേറെ ഡിസൈൻ ഉണ്ട്. വൈറ്റിൻ്റെ കൂടെ ബ്ലാക്കിന് പകരം സിൽവർ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ലുക്കാണ്. അതുപോലെ തന്നെ പച്ച മഞ്ഞ തുടങ്ങി പല സാധനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇത് മറ്റേ വെള്ളം വീണ പെട്ടെന്ന് പോകാത്ത ടൈപ്പ് മെറ്റീരിയലാണ് നമ്മൾ സ്റ്റീലല്ല ഒരു അലൂമിനിയം പോലത്തെ ഒരു മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചത്. പ്ലൈവുഡും മൾട്ടിവുഡൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും റേറ്റ് കൂടുതലായിരിക്കും ഇത്. പക്ഷേ മൾട്ടിവുഡ് പല ക്വാളിറ്റി ഉള്ളതുണ്ട്. അതൊക്കെ പെട്ടെന്ന് വെള്ളം വീണ ഡാമേജ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ വെള്ളം വീണ് കഴിഞ്ഞ് ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ ഒരു ഡാമേജ് ആവും. ഇതാകുമ്പോൾ കുറച്ചും കൂടി നാൾ ലാസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കിച്ചൺ കബോർഡിൽ കൊടുക്കാമായിരുന്നു. ഇവിടെ ഒരു സി ഷേപ്പിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ഏരിയയാണ്. പക്ഷേ അവിടെയൊക്കെ കൊടുത്ത് വെറുതെ ഓവറാക്കി അതിനുള്ള പൈസയും മുടക്കി ഓവറാക്കി ചെയ്യേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ചെയ്യാനത്. പിന്നെ ഈ കോർണറിലൊരു ഷെൽഫ് നമ്മുടെ അപ്പച്ചൻ ചെറിയ മരപ്പണിക്കാരനാണ്. അപ്പോൾ പുള്ളി തന്നെ ഉണ്ടാക്കിയൊരു ഷെൽഫാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ കറിപ്പൊടികളും സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ചെറിയ ഷെൽഫുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം സാധനങ്ങളുടെ ഷെൽഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓവറായിട്ട് കബോർഡുകൾ പണിത് ഓവറായിട്ട് കുളമാക്കിയില്ല. പക്ഷേ ഇങ്ങനെ തുറന്ന് കിടക്കണമെങ്കിൽ ചിലവർക്കൊരു വൃത്തിയായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കണ്ട് ശീലമായിക്കോളും. പിന്നെ ഈ ഒരു കിച്ചൺ കബോർഡിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളൊരു ഷെൽഫ്. അതുപോലെ തന്നെ അവിടെ ചെറുത് പ്ലേറ്റുകളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു ഷെൽഫ് അതും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലത്തെ നമ്മളുടെ ഡോറുകളാണ്. അതായത് നമുക്ക് വലിയ വലിയ സാധനങ്ങളൊക്കെ വെക്കാനും. പിന്നെ അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ നമ്മൾ ഹൈറ്റ് നോക്കിയിട്ട് സിലിണ്ടറിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് സിലിണ്ടർ ഇതിൻ്റെ അടിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ട്. ലീക്കായി കഴിഞ്ഞാൽ അറിയാനൊക്കെ ബുദ്ധിമുട്ടും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ല ഒതുങ്ങി അവിടെ ഇരുന്നോളും. കിച്ചണിൽ പിന്നെ എടുത്ത് പറയേണ്ടത് കിച്ചൺ ടൈലുകളുടെ കാര്യമാണ്. അപ്പോൾ നമ്മൾ അത്ര ഭംഗിയായിട്ടുള്ള ടൈലുകൾ തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയി സെലക്ട് ചെയ്തപ്പോൾ ഈ ടൈലുകൾ ഇത്രയും ഡിസ്റ്റൻസിലായിരുന്നു, ഷെൽഫിൻ്റെ മുകളിലായിരുന്നു. പക്ഷേ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഇതിൽ കണ്ടത് ഡിസൈൻ. നമ്മൾ സെല്ലോ ടാപ്പൊക്കെ ഒട്ടിച്ച് പൊളിച്ച് കഴിയുമ്പോൾ ആ പശപ്പിൽ അഴുക്ക് പിടിച്ചിരുന്ന എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു ഡിസൈൻ, ടൈല് പൊട്ടിയതുപോലത്തെ ഒരു ഡിസൈൻ. ഇതൊക്കെ അതിൻ്റെ ഡിസൈനാണ് കേട്ടോ, അല്ലാണ്ട് അഴുക്ക് പിടിച്ചേക്കണമല്ല. അപ്പോൾ ഇത് ഇത്ര ക്ലോസപ്പിൽ വന്ന് കണ്ടപ്പോഴാണ്, ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ടൈലുകളൊക്കെ എടുക്കാൻ ഷോപ്പിൽ പോകുമ്പോൾ ഏത് ടൈലായിക്കോട്ടെ അതൊന്ന് ക്ലോസപ്പിൽ വന്ന് വാച്ച് ചെയ്ത് നല്ല ഡിസൈനൊക്കെ പക്കയായിട്ട് കണ്ടിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു ചെറിയൊരു അപാകത തോന്നുന്നുണ്ട്. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ഡിസൈൻ അടിപൊളിയാണ് ഏതായാലും. പിന്നെ ഇവിടെ സിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോർണറിൽ. അതിനടുത്ത് തന്നെയാണ് ഡോറ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പാത്രം കഴുകി പുറത്തേക്ക് വെക്കാനൊക്കെ സൗകര്യമുണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വലിയ ഓവറായിട്ടുള്ള മറ്റേ ടാപ്പ് തിരിക്കണത് മടക്കണതൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല. സിമ്പിളായിട്ടുള്ള പാവങ്ങളുടെ ടാപ്പാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനത്തെ സംഭവങ്ങൾ ഉപയോഗിച്ചാണ്. സിങ്കും നമുക്ക് ഇതുപോലെ ട്രേ ഒക്കെയുള്ള സിങ്കൊക്കെ ഉണ്ട്. പല വില കൂടിയ ട്രേ വെക്കാം, അതുപോലെ പ്ലേറ്റ് കഴുകി സിങ്കിൽ തന്നെ വെക്കാം. അങ്ങനത്തെ പല മോഡലുകളുണ്ട്. പക്ഷേ നമ്മൾ അത്രക്കൊന്നും പോയില്ല. നമ്മൾ സാധാരണ ഒരു സിങ്കും സാധാരണ ടാപ്പും തന്നെ യൂസ് ചെയ്തത്. ഇനി പുറത്ത് വർക്ക് ഏരിയയിൽ നമ്മൾ കുറച്ച് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സൗകര്യത്തിന് വേണ്ടി കുറച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പുറത്തിറങ്ങി നോക്കാം. അപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഡ്രസ് വർക്ക് ചെയ്തേക്കൊണ്ട് തന്നെ വാഷിംഗ് മെഷീൻ നമുക്ക് നനയാണ്ടൊക്കെ ഇരുന്നോളും. പിന്നെ താഴത്ത് നല്ല അത്യാവശ്യം ഫ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഗ്രില്ലൊക്കെ ഇട്ട് ഒരു കവറിങ്ങൊക്കെ ആയിട്ട് എടുക്കാം. അതായത് കാക്കയും പൂച്ചയൊക്കെ കയറാണ്ട് ഫുൾ കവറൊക്കെ ചെയ്യാം. അതൊക്കെ നമുക്ക് അത്രയും പൈസ കയ്യിലില്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഒരു ഡ്രസ് വർക്ക് ചെയ്ത് ഇവിടെ ഒതുക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു അരഭിത്തി കിട്ടിയിട്ടുണ്ട്. അരഭിത്തി പറഞ്ഞാൽ ഈ ഹൈറ്റിലേ കിട്ടിയിട്ടുള്ളൂ. മറ്റൊന്നും അല്ല, പെട്ടെന്ന് ഒരു ഇഴജന്തുക്കളൊന്നും പെട്ടെന്ന് കയറാതിരിക്കാൻ വേണ്ടിയാണ്. കേരളാണെങ്കിൽ മുകളിൽ കൂടെ ആയാലും കയറും, അത് വേറെ കാര്യം.
അപ്പോൾ അത്ര ഹൈറ്റിലാണ് ചെയ്തത്. കാര്യം നമുക്കതിലും അപ്പുറത്തേക്ക് പോകണമല്ലോ. പിന്നെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗ്രില്ലൊക്കെ ഇട്ട് ഫുൾ കവർ ചെയ്യാം. പക്ഷേ അത്രയും നമ്മുടെ കയ്യിൽ ഫണ്ട് ഇപ്പോൾ നിലവിലില്ല. പിന്നെ ഇത് കാണുന്നത് വാട്ടർ ടാങ്കാണ്, കുടിവെള്ളത്തിൻ്റെ ടാങ്കാണ്. കുടിവെള്ളത്തിൻ്റെ ടാങ്ക് നമ്മൾ സിമെൻറ്റിൻ്റെ ടാങ്കിന് ഇവിടെ താത്തിയേക്കാനാണ്. എന്നിട്ട് ഇവിടെ വീഴുന്ന വെള്ളമാണ് നമ്മൾ മുകളിലേക്ക് അടിച്ച് കയറ്റുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്ലോർ ചെയ്തേക്കണോണ്ടും ടാങ്ക് ഇവിടെ ചെയ്തുകൊണ്ടും പെട്ടെന്ന് അഴുക്കുവെള്ളമൊന്നും കയറില്ല. കാര്യം മഴവെള്ളം ഇങ്ങോട്ട് ഒഴുകി വരാനുള്ള സാധ്യതയില്ല ഫ്ലോറിംഗ് ഉള്ളതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ മുകളിൽ സീലിംഗ് ഉള്ളതുകൊണ്ടും ഡയറക്റ്റായിട്ട് വെള്ളം വീഴില്ല. പിന്നെ നല്ല സ്റ്റീലിൻ്റെ ഒരു മൂടിയാണ് നമ്മളിവിടെ ഇട്ടേക്കുന്നത്. പിന്നെ അത്യാവശ്യം ഇവിടെ വന്ന് നല്ല കാറ്റൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാം, ചെടിയും മരങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ കാറ്റാക്കൊണ്ടിരിക്കാനും ഇവിടെ നമുക്ക് അടുക്കള വശത്ത് വന്ന് വർത്തമാനം പറഞ്ഞിരിക്കേണ്ടവർക്ക് ഇവിടെ വന്ന് കാറ്റാക്കൊണ്ടിരിക്കാം. അപ്പോൾ ഈ ഗ്രില്ലൊക്കെ ഇട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്ര കാറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നല്ല സെറ്റപ്പായിട്ടൊക്കെ വന്നിരിക്കാം. ചെറുതടിക്കണ അടിക്കാം, വൈകുന്നേരത്തെ കട്ടൻ അടിക്കണ അടിക്കാം. അതൊക്കെയാണ് സംഭവം. അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്കാണ് പോകുന്നത്. മുകളിൽ കയറിയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാറുണ്ട്. മുകളിൽ നമ്മൾ ചെറിയ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ലാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ലാൻഡിങ്ങിൽ നിന്നാണ് ഒരു 4 സ്റ്റെപ്പ് അപ്പുറത്തേക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഹാൻഡ് റെയിലിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ ഇവിടെ ഒരു ഷോയ്ക്ക് വേണ്ടി ഒരു ബോൾ പീസ് കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു ബോൾ പീസ് കാണാം. അതുപോലെ ഹാൻഡ് റെയിൽ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഷോയ്ക്ക് വേണ്ടി കൊടുത്തതാണ്. വലിയ റേറ്റ് ഒന്നുമില്ല, 10-200 രൂപ കിട്ടുന്ന ലൈറ്റാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു കട്ടിൽ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കട്ടിൽ, ഒരാൾക്ക് ഒറ്റക്ക് കിടക്കാൻ പറ്റിയൊരു കട്ടിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റെയർ കേസ് കയറി വന്ന പോലെ തന്നെ പുറത്തുനിന്നൊരു സ്റ്റെയർ കേസ് ഉണ്ട് മുകളിലേക്ക്. അപ്പോൾ അത് നമ്മൾ പഴയ ബിൽഡിങ്ങിൽ ഉണ്ടായതാണ്, അത് നമ്മൾ കളഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയൊക്കെ വൈകിയൊക്കെ വീട്ടിൽ വരേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടുകാരെ വിളിച്ച് ശല്യം ചെയ്യാതെ നമുക്ക് ആ സ്റ്റെയർ കേസ് വഴി കയറി ഈ റൂമിലൊരു ഡോറുണ്ട്. അപ്പോൾ ആ ഡോറ് താക്കോലിട്ട് തുറന്ന് നമുക്ക് പുറത്തുനിന്ന് കയറി വന്ന് ഇവിടെ ഒന്ന് കിടക്കാൻ പറ്റും. ഇനി അത് മാത്രമല്ല, നമുക്കൊരു ചെറുതൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് അടിച്ചിട്ട് നമുക്ക് നേരെ കയറി വന്ന് ആരെ ശല്യം ചെയ്യാണ്ട് കിടക്കുകയും ചെയ്യാം. പിന്നെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഈ 2 ജനാലയും തുറന്നിട്ട് ഡോറും തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്, നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാം, എന്തുകൊണ്ടും ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി തന്നെ നമ്മളൊരു ബെഡ് കൊടുത്തതും അതുപോലെ മുകളിലൊരു ഫാനിങ്ങും സീലിംഗിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിലൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗിൽ ഒരു 6 സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാനലിംഗ് ഒന്നും ചെയ്യാതെ ആ കോൺക്രീറ്റിന്മേൽ തന്നെയാണ് നമ്മൾ ഹോൾട്ട് കൊടുത്തിട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ പൈസ ലാഭം മെച്ചമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ സ്റ്റെയർ റൂമിലേക്ക് നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഷെൽഫിൽ അത്യാവശ്യം കുറേ ബുക്കുകളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നാഷണൽ പാനസോണിക്കിൻ്റെ പഴയ റേഡിയോയും ടേപ്പ് റിക്കാർഡൊക്കെ ഇരിക്കാൻ കേട്ടോ. ടേപ്പ് റിക്കാർഡ് ഇപ്പോൾ കാസറ്റൊന്നും കിട്ടാനില്ല, റേഡിയോ വെച്ച് നമുക്ക് പാട്ടൊക്കെ ഇട്ടിരിക്കാം. പിന്നെ ഇത്രയും ബുക്കുകളോട് കൊടുത്തേക്കണം, നമുക്ക് ബുക്കൊക്കെ വായിച്ചിരിക്കാൻ പറ്റിയൊരു വൈബുള്ള ഒരു സ്ഥലമാണ്. ഇനി നമുക്ക് ഇതാണ് പുറത്തേക്കുള്ള ഡോറ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് വന്നിട്ട് താക്കോലിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ഇവിടെ നിന്ന് കയറാൻ പറ്റും. സ്റ്റെയർ റൂമാണ്, ഇതിൻ്റെ പുറത്ത് ടെറസാണ്, ഓപ്പൺ ടെറസാണ്. അപ്പോൾ നമുക്കിനി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. പുറത്ത് നല്ല വെട്ടാണ്, നമ്മൾ ഉച്ച ടൈമിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കറുത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെയർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴുള്ള സ്ഥലം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ടെറസാണ്. നമ്മൾ ഡ്രസ് വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇപ്പോൾ നിൽക്കുന്ന നമ്മൾ ഫ്ലോർ എന്ന് വെച്ചാൽ നമ്മൾ പുതിയ കോൺക്രീറ്റ് ചെയ്ത സീലിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പഴയ സീലിംഗ് സ്റ്റെപ്പായിട്ടാണ് നിൽക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ ഗോവയ്ക്ക നട്ടിട്ടുണ്ട്. ഗോവയ്ക്ക നട്ടിട്ട് നമ്മൾ ഇതുപോലത്തെ ഇങ്ങനെ പന്തൽ പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഹൈറ്റിലൊന്നുമില്ല. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോവയ്ക്കയും കിട്ടും. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് താഴെ നിന്നിട്ട് നമ്മുടെ ഫ്ലോറിന് ഒരു തണലും കിട്ടും. ഇപ്പോൾ ഇത് തണൽ കിട്ടിയേക്കണോ, ബാക്കിയുള്ള സ്ഥലത്ത് ഒടുക്കത്തെ വെയിലാണ്, ഇതിൻ്റെ അടിയിൽ കണ്ട തണൽ വന്നേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സീലിംഗ് അധികം ചൂടാവാണ്ട് കിട്ടും. പിന്നെ അതുപോലെ എടുത്ത് പറയേണ്ടത് ഈ ഒരു സ്റ്റെപ്പ് വേണ്ട, വാർത്തേക്കണതിൻ്റെ സ്റ്റെപ്പ്. അതായത് ഈ കാണുന്നത്, മുകളിൽ കാണുന്നത് നമ്മൾ പുതിയ വീടിൻ്റെ ടോപ്പാണ്, അതായത് സീലിംഗ് ആണ്. ഇത് നമ്മുടെ പഴയ വീടിൻ്റെ സീലിംഗ് ആണ്. അപ്പോൾ നമ്മൾ പുതിയ വീടിൻ്റെ സീലിംഗ് ഇതിലേക്ക് ഇങ്ങനെ ലാപ്പ് ചെയ്ത് കയറ്റി വെച്ചേക്കാണ്. കാര്യം നമ്മൾ ഒരേപോലെ തന്നെ സീലിംഗ് ഇട്ട് കഴിഞ്ഞാൽ ആ ജോയിൻറ്റിൽ ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ എന്തൊക്കെ ഡോക്ടർ ഫിക്സിറ്റോ അല്ലെങ്കിൽ എന്തൊക്കെ ഫിക്സിറ്റ് അടിച്ചാലും എന്തൊക്കെ ലീക്ക് പ്രൂഫ് അടിച്ചാലും ഭാവിയിൽ അത് ലീക്ക് വരും. പഴയ ജോയിൻറ്റ് പുതിയ ജോയിൻറ്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേരൂല, നമ്മൾ എന്തൊക്കെ ഇട്ട് ചേർത്തിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ലാപ്പായിട്ട് കയറ്റിയിട്ടാണ് ഇത് പണിതേക്കണേ. അപ്പോൾ ഇവിടെ മുകളിൽ നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ നമുക്ക് ഭാവിയിലേക്ക് താഴത്തേക്ക് ലീക്ക് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീട് റിനോവേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും പൈസ ചുരുക്കാൻ വേണ്ടി പല ഐഡിയകളും പല പൊടിസൂത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി. അതൊക്കെ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും, ബെഡ്റൂമും ഹോളും കിച്ചണും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുകയും അവിടെ ചിലവ് ചുരുക്കാനായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് പറഞ്ഞു ചെയ്തപ്പോൾ വീടിൻ്റെ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോയതുകൊണ്ടാണ് നമ്മൾ 3 പാർട്ടായിട്ട് ഇത് ചെയ്തത്. അപ്പോൾ ഈ 3 പാർട്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവർ കണ്ടേക്കാം. ഈ വീഡിയോ എത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. മറ്റുള്ളവരെ ഈ വീഡിയോ കാണുന്നതിനായിട്ട്, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എടുത്താൽ ഞാനിടുന്ന ഇതുപോലത്തെ പുതിയ വീഡിയോയുടെ ലിങ്കുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.